പോലീസ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോറിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ മേള ആരംഭിച്ചു. സ്കൂൾ മേളയുടെ ഉദ്ഘാടനം ആറ്റിങ്ങൽ എംഎൽഎ OS അംബിക നിർവഹിച്ചു. ഈ വർഷത്തെ അധ്യയന വർഷം ജൂൺ 4 സ്കൂൾ തുറക്കുകയാണ്. വളരെ ജാഗരൂകരായി നിന്നുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളുകൾ തുറക്കാൻ പോകുന്നത്. സ്കൂളുകൾ കുട്ടികൾക്ക് പ്രവേശനോത്സവം വളരെ ഗംഭീരമായി നടത്തുവാനാണ് ഈ വർഷം ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ സ്കൂളുകൾക്കും കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശാസ്ത്രീയമായ കുട്ടികൾക്ക് പഠനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പഠനക്കൂടാരം പദ്ധതി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 19 സ്കൂളുകളിൽ നമ്മൾ നടത്തുകയാണ്. പ്രവേശനത്തോടനുബന്ധിച്ചുകൊണ്ട് അതും കുട്ടികളെ വരവേൽക്കുവാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി 9-ാം തീയതി SLCയുടെ റിസൾട്ട് വരാൻ പോവുകയാണ്. ആ സമയം സ്കൂൾ ആരംഭിക്കുന്ന സമയത്താണ് പോലീസ് അസോസിയേഷൻ്റെ കൺസ്യൂമർ സൊസൈറ്റിക്ക് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുവാൻ പോകുന്നത്. പൊതുവിപണിയേക്കാൾ നല്ല 50% വില കുറച്ചുകൊണ്ടാണ് കുട്ടികൾക്കാവശ്യമായ നോട്ട്ബുക്ക് ഉൾപ്പെടെ കുട്ടികൾക്കാവശ്യമായ ബാഗ് ഉൾപ്പെടെ കൊടുക്കുവാൻ ഇതിൻ്റെ ഭാരവാഹികൾ അത്തരത്തിൽ നിന്നൊരു സ്ഥാപനം തുറന്നിരിക്കുന്നത്. തീർച്ചയായും എല്ലാവരും ഈ 50% വിലക്കുറവ് ഈ സ്ഥാപനം ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തും സ്കൂളിൻ്റെ ഭാഗത്തും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആറ്റിങ്ങൽ പൂവൻപാറ ബ്രൈറ്റ് ഹോട്ടലിന് സമീപമാണ് സ്കൂൾ മേള പ്രവർത്തിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം പൊതുജനങ്ങൾക്കും മിതമായ നിരക്കിലാണ് സ്കൂൾ തുറക്കലിനോടനുബന്ധിച്ച് ബുക്സും മറ്റ് സാധനങ്ങളും നൽകുന്നത്. പോലീസ് സംഘടനയുടെ ഈ സംരംഭം പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് ആറ്റിങ്ങൽ DYSP മഞ്ജുലാൽ അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും ഏറ്റവും മിതമായ നിലയിൽ പൊതുവിപണിയിലേക്കായി ഏറ്റവും കുറഞ്ഞ നിലയിൽ സ്കൂൾ തുറപ്പിനോടനുബന്ധിച്ച് ബുക്കുകളും മറ്റ് സാധനങ്ങളും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് പോലീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സംഘടനയുടെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇത് പൊതുജനങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ ആറ്റിങ്ങലിലെ പൊതുജനങ്ങൾക്കും ഇത് വളരെ പ്രയോജനകരമായിരിക്കുന്ന ഒന്നായിരിക്കും. ഇതിൻ്റെ സേവനം മുഴുവൻ ആളുകളും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിച്ചു. HP News 24/7